ഞാനൊരു ആൽബത്തിൽ അഭിനയിച്ചു. അങ്ങനെ ഏപ്പടം നായികയായി. രേണുസുതി വിമർശിക്കുന്നവരെ മറുപടിയിലൂടെ കണ്ടം വഴി ഓടിക്കുകയാണ്. പുതിയ ആൽബത്തിലെ ഗ്ലാമർ രംഗങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി രേണുസുതി. ശാന്തിവിള ദിനേശ് ഉൾപ്പെടെ ഉള്ളവർ തനിക്കെതിരെ പറയുന്ന യൂട്യൂബ് വീഡിയോകളുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചായിരുന്നു രേണുവിന്റെ മറുപടി. ആഹാ, ഒരു ആൽബം കാരണം ഞാനൊരു ഏപ്പടം നായിക ആയല്ലേ. രേണുസുതിയുടെ ഫുൾ റിയാക്ഷൻ. ആൽബത്തിന് വൻ പ്രൊമോഷൻ. രേണുസുതിയുടെ ഡാഷ് കണ്ട് നാട്ടുകാർ ചൂലുമായി ഇറങ്ങുന്നു. രേണുസുതിയുടെ ദുബായിലെ ബിസിനസ് ഇതായിരുന്നു. തെളിവ് സഹിതം പൊക്കി. ആൽബത്തിന്റെ മറവിൽ ഏപ്പടം പിടിച്ച് രേണുസുതി അറസ്റ്റിലേക്ക്. രംഗങ്ങൾ നീക്കി സെൻസറിംഗ് എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളാണ് നടിക്കെതിരെ യൂട്യൂബ് ചാനലുകളിൽ വന്നിരിക്കുന്നത്. ഷൺമുഖദാസിനൊപ്പമുള്ള ആൽബത്തിലെ രേണുവിന്റെ ചില രംഗങ്ങളാണ് വലിയ രീതിയിൽ ചർച്ചയായത്. ആൽബത്തിലെ ഇന്റിമേറ്റ് രംഗത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചുമൊക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ശരീരഭാഗങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ കോൺഫിഡൻസ് തന്നെയായിരുന്നു എന്നാണ് രേണു പറയുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് കോൺഫിഡൻസ് തോന്നാനുള്ളതൊന്നും ഇല്ല. നല്ല പ്രായത്തിൽ നല്ല ഫുഡ് കഴിക്കാൻ കിട്ടാതെ മുരടിച്ചു പോയതാണെന്ന് ശരിക്കും മനസ്സിലാവും എന്നാണ് ഒരാൾ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തത്. ഒരു കോപ്പും അല്ല, നല്ല ഫുഡ് എപ്പോഴും കിട്ടും. ഞാൻ നിന്നെപ്പോലെ വലിച്ചുവാരി തിന്നില്ല. എന്റെ ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ കവിൾ ഒട്ടിയത് പല്ലിന്റെ പ്രശ്നം കൊണ്ടാണ്. അത് ഇംപ്ലാന്റ് ചെയ്ത് ട്രീറ്റ്മെന്റിലാണ്. മനസ്സിലായോ? നിനക്ക് ഇല്ലായിരിക്കും, എനക്ക് നല്ലതായി ഉണ്ട്. ഞാൻ ഇനിയും കാണിക്കും. എന്റെ വയർ വേണേൽ കാണൂ, ഇല്ലേൽ പോ എന്നുകൂടി പറഞ്ഞാണ് രേണു അവനോട് കയർക്കുന്നത്. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.